ദേ പറഞ്ഞ സമയത്തിന് 5 മിനിറ്റ് മുന്നേ എത്തിച്ചിട്ടുണ്ട്. ഇനിയും 15 മിനിറ്റ് കൂടിയില്ലേ എനിക്ക് ക്ലാസ് തുടങ്ങാൻ. കോളേജിന് മുന്നിൽ കാർ കൊണ്ട് നിർത്തിയ ശേഷം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന നന്ദുവിനിടയിൽ അന്ത് പറഞ്ഞതും അവൾ അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. താങ്ക് യു നന്ദേട്ടാ. അവൾ അവൻ്റെ കവിളൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു. ആ ഇനി എത്രയൊക്കെ നേരത്തെ ചെന്നാലും അങ്ങയുടെ കയ്യിൽ നിന്ന് കേൾക്കാനുള്ളതെല്ലാം എനിക്ക് കേൾക്കും. അവൾ നിരാശയോടെ പറയുന്ന കേട്ട് അവനെ നെറ്റിച്ചൊളിഞ്ഞു. ആടകയിൽ നിന്ന് അവൻ സംശയത്തോടെ ചോദിച്ചു. ഞങ്ങളുടെ പുതിയ ഇംഗ്ലീഷ് പ്രൊഫസറാണ് സാവന്ത്. എന്നെ കാണുമ്പോൾ അയാൾക്ക് എപ്പോൾ എന്തെങ്കിലും പറയണം. എത്ര പഠിച്ചിട്ട് വന്നാലും അയാൾ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ചോദിച്ച് എന്നെ എണീപ്പിച്ച് നിർത്തും. പിന്നെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഓരോന്നും പറഞ്ഞ് നാണം കെടുത്തും. ക്ലാസ്സിൽ നിന്ന് എൻ്റെ ശ്രദ്ധ അറിയാതെ എങ്ങനെ ഒന്ന് മാറിപ്പോവുകയോ ആരോടെങ്കിലും അറിയാതെ മിണ്ടുകയോ ചെയ്താൽ അപ്പം അയാൾ എന്നെ പിടിച്ച് പുറത്ത് നിർത്തും. ക്ലാസ്സിൽ ലേറ്റായി വന്നാൽ പിന്നെ പറയണ്ട, അന്നത്തെ അവൾ മുഴുവനും ഞാൻ പുറത്തായിരിക്കും. എന്നോടെന്താ വൈരാഗ്യം പോലെ അയാൾ പെരുമാറുന്നത്, ദുഷ്ടൻ. അവൾ പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ കുറുകി മുഖം ഇരണ്ടു. എന്നിട്ട് നീ ഇതൊന്നും എന്താ നേരത്തെ എന്നോട് പറയാഞ്ഞത്? അത് നന്ദേട്ടൻ ഓഫീസിൽ നല്ല തിരക്കായിരുന്നില്ലേ? ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെയല്ലേ വരുന്നത്, അതാ പറയാൻ പറ്റാഞ്ഞത്. അവൾ പറഞ്ഞു കേട്ട് അവൻ അമർത്തിയൊന്ന് മൂളി. ഇനി അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ എന്നെ അറിയിക്കണം കേട്ടല്ലോ. ഗൗരവത്തോടെ അവൻ പറഞ്ഞതും അവളൊന്ന് മൂളിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈവനിങ് വിളിക്കാൻ വരുമോ? പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ അവൾ തിരിഞ്ഞിന്ന് ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. പ്ലീസ്. നോക്കട്ടെ. അവളൊന്ന് കൊഞ്ചിതും അവൻ മൂളിക്കൊണ്ട് പറഞ്ഞു. താങ്ക് യു മൈ ഡിയർ സ്വീറ്റ് ഹോബി. അവൻ്റെ കവളൊന്നും പിച്ചിക്കൊണ്ട് അവൾ പറഞ്ഞതും അവന് തലയാട്ടിക്കൊണ്ട് പുഞ്ചിരിച്ചു. കൂടെ നിന്ന് കൊഞ്ചാതെ എൻ്റെ പൊന്നുമോള് പോവാൻ നോക്ക്. അവൻ പറഞ്ഞു കേട്ട് അവൾ ചിരിയോടെ തിരിഞ്ഞു നടന്നു. ഗേറ്റ് കടന്ന് അവൾ അകത്തേക്ക് കയറുന്നതും നോക്കിക്കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്ത ആനന്ദിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവൾ പോകുന്നത് നിരീക്ഷിച്ചുകൊണ്ട് നിന്ന ഓരോവനിൽ വന്ന് പതിച്ചു. നിമിഷം നേരം കൊണ്ട് അവൻ്റെ കണ്ണുകൾ ചുവന്നു. ഞരമ്പുകൾ പിടിച്ച് അവനിൽ നിന്നും ദേഷ്യം മാളിക്കത്തി. അവൻ ഡാഷ്ബോർഡിൽ നിന്നും ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു. ശേഷം വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവൻ്റെ അരികിലേക്ക് നടന്നു. നന്ദു പോന്ന് നോക്കിയെന്ന അവൻ തൻ്റെ മുന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയതും തിരിഞ്ഞു നോക്കി. ഇരു കൈകളും മാറിൽ കെട്ടി തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആനന്ദിനെ കണ്ടതും അവൻ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. നോക്കിക്കഴിഞ്ഞോ? യാതൊരു ഭാവമാറ്റവുമില്ലാതെ ആനന്ദ് ചോദിച്ചതും അവനൊന്ന് പരങ്ങി. അത് ഞാൻ. അവനെന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ആനന്ദ് അവൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. അയ്യോ സാർ, എന്തായി കാണിക്കുന്നത്? എന്നെ വിടൂ. അവൻ ആനന്ദിൻ്റെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ടിരുന്നു. ആനന്ദ് അവനെ ദേഷ്യത്തോടെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന് കാറിൻ്റെ മുൻ സീറ്റിലേക്ക് ഇരുത്തി. ശേഷം അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ ലോക്ക് ചെയ്തു. സാർ പ്ലീസ് എന്നെ വിട്. അവൻ ഡോർ തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് കാർ മുന്നോട്ടെടുത്തിരുന്നു. നന്ദു ക്ലാസ്സിന് മുന്നിലേക്ക് എത്താറായതും സ്റ്റാഫ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാവന്തിനെയാണ് കാണുന്നത്. ഫസ്റ്റ് അവർ ആണെന്നോർത്തതും അവൾ വേഗം ക്ലാസ്സിനകത്തേക്ക് കയറി തൻ്റെ സീറ്റിലേക്ക് പോയിരുന്നു. നിമിഷങ്ങൾക്കകം അവൻ ക്ലാസ്സിനകത്തേക്ക് കയറി വന്നതും എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കുന്നതിനോടൊപ്പം നന്ദുവും എഴുന്നേറ്റും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, സിറ്റ്. അവൻ എല്ലാ കുട്ടികളോടും ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ക്ലാസ് മൊത്തത്തിൽ നോക്കി. മിഡിൽ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ബുക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന നന്ദുവിനെ കണ്ടും അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുടെ അറ്റൻഡൻസ് ബുക്ക് കയ്യിലെടുത്തു. റോൾ നമ്പർ അനുസരിച്ച് അറ്റൻഡൻസ് എടുത്ത ശേഷം അവൻ പഠിപ്പിക്കാനുള്ള ബുക്ക് എടുത്ത് തുറന്നു നോക്കി. അപ്പോൾ ഇന്നലെ പഠിപ്പിച്ചു തരാം എല്ലാവരും പഠിച്ചല്ലോ അല്ലേ? ക്ലാസ്സിലെ എല്ലാവരോടുമായാണ് അവൻ ചോദിച്ചതെങ്കിലും അവൻ്റെ കണ്ണുകൾ നന്ദുവിൽ മാത്രം തറഞ്ഞു നിൽക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളെ തിളക്കത്തിൽ നിന്ന് തന്നെ തനിക്കുള്ള എന്തോ ഒരു പണി അവൻ കരുതി വെച്ചിരുന്ന് അവൾക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ ദിവസം അവൾ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു. അവളുടെ ചിന്തയെ അനുകൂലിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പിന്നീട് അവൻ പറഞ്ഞ കാര്യവും. അപ്പോൾ നമുക്കൊരു സർപ്രൈസ് ടെസ്റ്റ് നടത്തിയാലോ? അവൻ പറഞ്ഞു കേട്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിയെങ്കിലും നന്ദു യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അത് കണ്ട് അവൻ കണ്ണുകളൊന്ന് കുറുക്കിയെങ്കിലും എന്തോ ഓർത്തതുപോലെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവരും ബുക്ക് അടച്ചു വെച്ച് പേപ്പർ എടുത്തോളും. അവൻ പറഞ്ഞു കേട്ട് കുട്ടികളെല്ലാവരും അവനെ ദയനീയമായി നിന്ന് നോക്കിയ ശേഷം ബാഗിൽ നിന്നും പേപ്പർ എടുത്ത് മുന്നിലേക്ക് വെച്ചു. നന്ദു ഒന്ന് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് കയ്യിലിരുന്ന പുസ്തകവും മടക്കി വെച്ച ശേഷം പേപ്പർ എടുത്ത് മുന്നിലേക്ക് വെച്ചു. അപ്പം നമുക്ക് തുടങ്ങാം. അതും പറഞ്ഞിട്ട് അവൻ ഗൂഢമായി ഒരു പുഞ്ചിരിയോടെ നന്ദുവിനെ നോക്കി. ശേഷം ഓരോ ക്വസ്റ്റ്യൻസായി പറയാൻ തുടങ്ങി. ആകെ മൊത്തം 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് കേട്ടതും കുട്ടികളെല്ലാം ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത്രയ്ക്കും ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത്. അപ്പോൾ എഴുതി തുടങ്ങിക്കോളൂ. എല്ലാവരും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം അവൻ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നവളുടെ കണ്ണുകളിലെ ഭാവം അവന് മനസ്സിലായില്ല. അവൾ അവനെ നോക്കിയ ശേഷം ആൻസേഴ്സ് എഴുതാൻ തുടങ്ങി. ഓക്കെ, ഇറ്റ്സ് ഓവർ. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞതും അവൻ എല്ലാവരോടുമായി പറഞ്ഞു. മിയ, കളക്ട് ദ പേപ്പേഴ്സ്. അവൻ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന ഒരു കുട്ടിയോട് പറഞ്ഞതും അവൾ എഴുന്നേറ്റ് ഓരോരുത്തരെയും കയ്യിൽ നിന്ന് പേപ്പർ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഓ,
എക്സ്ചേഞ്ച് ദ പേപ്പേഴ്സ്. അവൻ പറഞ്ഞതും ആ കുട്ടി ഒരു സൈഡിൽ നിന്ന് കളക്ട് ചെയ്ത പേപ്പേഴ്സ് എല്ലാം മറു സൈഡിലെ കുട്ടികളുടെ കയ്യിലും ആ സൈഡിൽ നിന്നും കളക്ട് ചെയ്ത പേപ്പേഴ്സ് ഈ സൈഡിലെ കുട്ടികളുടെ കയ്യിലും കൊടുത്തു. ഓക്കെ, ചെക്ക് ദ ആൻസർ. അതും പറഞ്ഞുകൊണ്ട് അവൻ ബോർഡിൽ ആൻസേഴ്സ് എഴുതിയിട്ടു. കുട്ടികൾ ഓരോരുത്തരായി കയ്യിൽ കിട്ടിയ പേപ്പേഴ്സ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞതും അവൻ വീണ്ടും പേപ്പേഴ്സ് കളക്ട് ചെയ്ത് വാങ്ങി. ശേഷം ഓരോരുത്തരെയും പേര് വിളിച്ചോർക്കെ മാർക്ക് പറയാൻ തുടങ്ങി. 3 ക്വസ്റ്റ്യനും 5 മാർക്ക് വെച്ച് ആകെ മൊത്തം 15 മാർക്കിനായിരുന്നു വാല്യുവേഷൻ നടത്തിയത്. ഓരോരുത്തർക്കും 10-ൽ കുറവ് മാർക്കായിരുന്നു കിട്ടിയിരുന്നത്. ഗൂഢമായൊരു പുഞ്ചിരിയോടെ അവൻ നന്ദുവിൻ്റെ പേപ്പർ കയ്യിലെടുത്തു. ശേഷം അതിലെ മാർക്കിലേക്ക് കണ്ണുകൾ പതിഞ്ഞതും അവൻ ഞെട്ടലോടെ മുഖമുയർത്തി അവളിൽ നിന്ന് നോക്കി. ആ നിമിഷം അവൻ്റെ ചുണ്ടിലുണ്ടായിരുന്ന ഗൂഢമായ പുഞ്ചിരി അവളെ മുഖത്ത് തെളിഞ്ഞു. അവൻ കണ്ണുകൾ കുറുക്കി നോക്കിയതും അവൾ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ ആ പേപ്പറിൽ മുറുക്ക പിടിച്ചു. ശേഷം ചുറ്റിനുമൊന്ന് നോക്കിക്കൊണ്ട് അവളുടെ പേര് വിളിച്ചു. നന്ദിനി ആനന്ദ്. 15-ൽ 15. അവൻ പറഞ്ഞതും അവളൊരു പുഞ്ചിരിയുടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് ചെന്നു. ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ്. അവളെ കയ്യിലേക്ക് പേപ്പർ കൊടുക്കുന്നിടയിൽ അവൻ അവളെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. താങ്ക് യു സാർ. അവൾ അവനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞ ശേഷം അവൻ്റെ കയ്യിൽ നിന്നും പേപ്പർ വാങ്ങിക്കൊണ്ട് തിരികെ നടന്നു. സീറ്റിൽ വന്നിരിക്കുമ്പോൾ അവളുടെ മനസ്സ് നിറയെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിന് വരാത്തത് കൊണ്ട് തന്നെ പിടിച്ചിരുത്തി ആ പോർഷനെല്ലാം പഠിപ്പിച്ചു തന്ന ആനന്ദിൻ്റെ മുഖമായിരുന്നു. അവനെ ഒന്ന് കാണാൻ അവളുടെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും സാവന്ത് പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. മറ്റെല്ലാ ചിന്തകളും മാറ്റി വെച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ തോൽക്കാൻ പാടില്ലെന്ന ഉറപ്പോടെ അവൻ പറയുന്നത് ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആനന്ദിൻ്റെ കാർ ഒരു ഇരുമ്പലോടെ SDS ഇൻഡസ്ട്രീസിൻ്റെ ഗോഡൌണിന് മുന്നിലെത്തി. പുറത്തേക്കിറങ്ങിയ ആനന്ദ് കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്നുകൊണ്ട് അവനെ പിടിച്ചു വലിച്ച് പുറത്തേക്കിറങ്ങി. സാർ പ്ലീസ്, എന്നെ വിട്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവൻ തൻ്റെ കൈകൾ അവനിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മിണ്ടാതെ നടക്കടാ ഇങ്ങോട്ട്. ആനന്ദ് അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഗോഡൌണിലകത്തേക്ക് നടന്നു. ആനന്ദ് അവൻ്റെ ഒരു ചെറിയ മുറിയിലേക്ക് കൊണ്ട് തള്ളിയിട്ടു. സാർ, ഞാൻ ആ കുട്ടിയെ വെറുതെ നോക്കിയതാ. കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കണ്ടാൽ ആരെയും നോക്കില്ല സാർ, അത്രയുള്ളൂ. അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും എനിക്കില്ല സാർ. നിലത്തേക്ക് വീണതും അവൻ പേടിയോടെ അവനെ നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അത് കേട്ടതും ആനന്ദിൻ്റെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരിയാണ് വിടർന്നത്. അതിന് ഞാൻ നിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചില്ല സജീറെ. വല്ലാത്തൊരു ഭാവത്തിൽ ആനന്ദ് പറഞ്ഞതും കേട്ട് അവൻ്റെ ചിന്നിലൂടെ വീർപ്പിച്ചാൽ ഒഴുകിയിറങ്ങി. ഭയത്തോടെ അവൻ ആനന്ദിനെ നോക്കി ഉമ്മിനീരിറക്കി. അപ്പോഴേക്കും ആനന്ദ് അവനെ ക്രൂരമായ ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ലോങ് ബെൽ അടിച്ചതും നന്ദ് ബുക്സ് എല്ലാം മടക്കി ബാഗിലേക്ക് വെച്ച ശേഷം അടുത്തിരുന്ന കൂട്ടുകാരിയോട് പറഞ്ഞുകൊണ്ട് അവൾ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അന്ന് ശ്രുതി വരാത്തത് കൊണ്ട് തന്നെ അവൾ തനിയാണ് തിരികെ പോകാൻ ഇറങ്ങിയത്. മഴക്കുള്ളത് കൊണ്ട് തന്നെ അന്തരീക്ഷം ഇരുട്ടി മൂടി കിടക്കുകയായിരുന്നു. എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് അവൾ വരാന്തയിലൂടെ പതിയെ മുന്നോട്ട് നടന്നു. നന്ദിനി. പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്ന കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. PG സെക്ഷനിലെ ഒരു പെൺകുട്ടി അവൾ അരികിലേക്ക് നടന്നു വന്നു. നന്ദിനി, തന്നെ ജാൻവി മാം വിളിക്കുന്നു. സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ കുട്ടി പറഞ്ഞു കേട്ട് നന്ദുവിൻ്റെ നെറ്റ് ചുളിഞ്ഞു. ശേഷം അവളെ നിന്ന് നോക്കിക്കൊണ്ട് സ്റ്റാഫ് റൂമിന് നേർക്ക് നടന്നു. അവൾ തിരിഞ്ഞു നടന്നതും ആ കുട്ടിയുടെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി തെളിഞ്ഞു. അവൾ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലെടുത്ത് ഒരു നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തു. ഷീസ് കമ്മിങ്. മെസ്സേജ് സെൻഡ് ചെയ്ത നിമിഷങ്ങൾക്കകം അതിൽ ബ്ലൂ ടിക്ക് വീണു. ഓക്കെ. തിരിച്ച് റിപ്ലൈ വന്നതും അവളൊരു ചിരിയുടെ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് തിരിഞ്ഞു നടന്നു. സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ നന്ദുവിൻ്റെ ശരീരത്തിൽ ആകെ ഒരു അസ്വസ്ഥത പടർന്നു കയറി. അവൾ ഒരു നിമിഷം അവിടെ തന്നെ നിന്നുകൊണ്ട് ശ്വാസം മാഞ്ഞു വലിച്ചു. ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. സ്റ്റാഫ് റൂമിലേക്ക് നടക്കും വഴിയിൽ നിന്നും ആരെയും കാണാത്തത് അവളിൽ ചെറിയൊരു സംശയം ജനിപ്പിച്ചുവെങ്കിലും എന്തോ ഓർത്തുകൊണ്ട് അവൾ മുന്നോട്ട് തന്നെ നടന്നു. കുറച്ച് മുന്നോട്ട് നടന്നതും തന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നി. അവളൊരു നിമിഷം അവിടെ തന്നെ നിന്നു. എന്തൊരു ആപത്ശങ്ക മനസ്സിൽ തോന്നിയതും അവൾ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവിടെ നിന്നും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അവളൊരു നെടുവീർപ്പോടെ വീണ്ടും മുന്നോട്ട് നടന്നു. പെട്ടെന്ന് പിന്നിലൂടെ ആരോ വന്നവളുടെ മൂക്കം വായും കൂടി പൊത്തിപ്പിടിച്ചു. ആരാണെന്നറിയാതെ അവളൊന്ന് കുതിരി നോക്കിയെങ്കിലും അയാളെ ശക്തമായ കരങ്ങളിൽ നിന്നും മോചിതയാവാൻ അവൾക്ക് സാധിച്ചില്ല. പതിയവൾ ബോധം മറിഞ്ഞ നിലത്തേക്ക് വീണതും ആ ഹോഡി വസ്ത്രധാരി അവളെ ഇരു കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. അയാൾ അവളെ ഒരു കാറിലേക്ക് കിടത്തിയ ശേഷം ഫോൺ എടുത്ത് ആർക്കും മെസ്സേജ് അയച്ചു. ശേഷം ഒരു ക്രൂരമായ പുഞ്ചിരിയോടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ മുന്നോട്ടെടുത്തു. അപ്പോൾ പറഞ്ഞു സജീർ, എന്തായിരുന്നു എൻ്റെ പെണ്ണെ ഫോളോ ചെയ്യുന്നതിലുള്ള നിങ്ങളുടെ ഉദ്ദേശം? നിന്നെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും എനിക്കറിയാം. അതുകൊണ്ടൊന്നും ഒളിച്ചു വയ്ക്കാം എന്ന് കരുതണ്ട. മുന്നിലെ കസാരയിൽ കെട്ടിയിട്ടിരുന്ന സജീറിനെ നോക്കിക്കൊണ്ട് ആനന്ദ് പറഞ്ഞതും അവൻ ആനന്ദിനെ നോക്കിയെന്ന് പുച്ഛിച്ചു. എല്ലാം കണ്ടുപിടിച്ചെങ്കിൽ പിന്നെ അതുകൂടെ നീ കണ്ടുപിടിക്കടാ. വായിൽ വന്നൊരു പച്ചത്തെറിയോടെ അവൻ ആനന്ദിനെ നോക്കി അലറിതും കണ്ണം പുകച്ചൊരു അടിയായിരുന്നു അവന് കിട്ടിയത്. ഒരു വാർത്തനാദത്തോടെ അവൻ്റെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോയി. ഭാന, നിന്റെ കോപ്പിലെ പരിപാടിയും കൊണ്ട് എൻ്റെ നേർക്ക് വന്നാലുണ്ടല്ലോ, പിന്നെ നിന്റെ വീട്ടുകാർക്ക് പള്ളിക്കാട്ടിലടക്കാൻ നിന്റെ ശവം പോലും ബാക്കി വെക്കില്ല ഞാൻ. കേട്ടടാ സഹീർ മുഹമ്മദിൻ്റെ പുന്നാര അനിയ.
അവൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ചുണ്ടാൻ തലറിയതും അവൻ വേദന കൊണ്ട് നിലവിളിച്ചു പോയി. ആ നിമിഷം ഗോഡൗണിൻ്റെ വാതിൽ തുറന്ന് രണ്ടുപേരും അകത്തേക്ക് വന്നു. എന്താ ആനന്ദ്, അവൻ വല്ലതും പറഞ്ഞോ? അകത്തേക്ക് കയറി വന്ന ജോൺ മുന്നിൽ കിടന്ന കസാറിലേക്ക് ഇരുന്നുകൊണ്ട് ആനന്ദിനോടായി ചോദിച്ചു. ഇല്ല ജോണേട്ടാ, അവന് പറയാൻ ഇത്തിരി മടി. ഞാനൊന്നങ്ങ് പൊട്ടിച്ചപ്പോൾ കുറച്ച് മടി കുറഞ്ഞിട്ടുണ്ട്. അല്ലടാ, അവൻ സജീറിനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞതും സജീർ അവരെ ദേഷ്യത്തോടെ നോക്കിയിരുന്നു. അപ്പോൾ പറഞ്ഞു തുടങ്ങിക്കോ സജീറെ, എന്തായിരുന്നു നന്ദിനെ ഫോളോ ചെയ്തുള്ള ദുരുദ്ദേശം? ഗിരി ചോദിച്ച് കേട്ടെങ്കിലും അവനൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരുന്നു. ചി പറയടാ. ആനന്ദ് അവൻ്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ചോദിച്ചതും അവനൊരു നിലവിളിയുടെ പിന്നിലേക്ക് മലർന്നു വീണു. ഗിരി അവനെ തൂക്കിയെടുത്ത് വീണ്ടും അതുപോലെ ഇരുത്തി. ആനന്ദ് അവനെ വീണ്ടും പൊതിരെ തല്ലാൻ തുടങ്ങി. ആ വേണ്ട, ഞാൻ പറയാം ആടിക്കൊണ്ട് അവശനായതും അവൻ കൈയെടുത്ത് ആനന്ദിനെ തടഞ്ഞിട്ട് പറഞ്ഞു. അപ്പോഴേക്കും ജോണും ഗിരിയും കൂടി ആനന്ദിനെ പിടിച്ചു മാറ്റി നിർത്തിയിരുന്നു. അവൻ്റെ കയ്യിൽ നിന്നും ഇനി വാങ്ങിച്ചു കൂട്ടുണ്ടെങ്കിൽ പറയാൻ നോക്കടാ. ഗിരി അവനെ നോക്കി അലറിയതും അവൻ പേടിയുടെ അവർ 3 പേരെയും മാറി മാറി നോക്കി. ശേഷം പറയാൻ തുടങ്ങി. ഞാൻ സജീർ മുഹമ്മദ്. സഹീർ മുഹമ്മദ് എൻ്റെ ഇക്കയാണ്. ഉപ്പയും അമ്മയും നേരത്തെ മരിച്ചുപോയി. എനിക്ക് എൻ്റെ എല്ലാം ഇക്കയായിരുന്നു. ഇക്കയ്ക്കില്ലാത്ത ബിസിനസ് ഒന്നുമില്ല. സ്മഗ്ലിങ്ങും ഹ്യൂമൻ ട്രാഫിക്കും അടക്കമെല്ലാം ഇല്ലീഗൽ ബിസിനസ്സൊക്കെയുണ്ട്. ഒരിക്കലൊരു ബിസിനസ് ആവശ്യത്തിനായിട്ട് കേരളത്തിലേക്ക് പോയി ഇക്കയ്ക്ക് അവിടെ വെച്ചൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു. നന്ദിനി, അതായിരുന്നു അവളുടെ പേര്. കാണാൻ അതിസുന്ദരിയായി അവളെ ഒരു ദിവസത്തേക്കെങ്കിലും കിട്ടണമെന്നായിരുന്നു ഇക്ക ആദ്യം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അവളുടെ സ്വഭാവം മനസ്സിലായതും അവളെ ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടാൻ എൻ്റെ ഇക്ക മോഹിച്ചു. അച്ഛനും അമ്മയും മരിച്ച് അമ്മാവൻ്റെ കൂടെ കഴിയുന്ന അവളെ സ്വന്തമാക്കാൻ അധികമൊന്നും ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്ന് ഇക്ക കണക്ക് കൂട്ടി. അങ്ങനെ അതിനുവേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞു. പക്ഷേ എല്ലാം മുൻകൂട്ടി കണ്ട അവൾ വിദഗ്ധമായി ഇക്കയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എങ്കിലും ഇക്ക പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഒരിക്കൽ അവളുടെ അമ്മാവനെയും മകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾക്കെതിരെ നടത്തിയൊരു ചതിയിൽ അവൾ എൻ്റെ ഇക്കയും അവളുടെ അമ്മാവൻ്റെ മകളെയും കൂടി ചേർത്ത് ഒരുമിച്ച് കുടുക്കിക്കളഞ്ഞു. അതിലെൻ്റെ ഇക്കയ്ക്ക് ആ ഒരു പെണ്ണെ നിക്കാഹ് കഴിക്കേണ്ടി വന്നു. അതിനുശേഷം പിന്നീട് ഒരിക്കൽ കൂടി അവളെ സ്വന്തമാക്കാനായി എൻ്റെ ഇക്ക ഒരു ശ്രമം നടത്തിയെങ്കിലും ഇക്കയെ കുത്തിപ്പാരിക്കേൽപ്പിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് മോടി രക്ഷപ്പെട്ടു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇക്ക അവളെ അന്വേഷിച്ച് ഒരുപാട് നടന്നു. എങ്കിലും ഒരിടത്തും അവളെ കണ്ടെത്താനായില്ല. അങ്ങനെ തിരിച്ച് മുംബൈയിലേക്ക് തന്നെ വന്നപ്പോഴാണ് ഒരിക്കലൊരു മാളിൽ വെച്ച് ഇക്ക അവളെ കാണുന്നത്. അങ്ങനെ അവളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അവൾ വിവാഹിതയെന്നും ഭർത്താവിനൊപ്പമാണ് ഇവിടേക്ക് വന്നതെന്നും. അതോടെ ഇക്കയ്ക്ക് അവളോട് തീർത്താൽ തീരാത്ത പകയായി. എന്തു വന്നാലും അവളെ ഒരിക്കലെങ്കിലും അറിയണമെന്ന് ഇക്കയ്ക്ക് വാശിയായിരുന്നു. അതിനു വേണ്ടിയാണ് അവൾ കോളേജിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും പുറത്തുനിന്നും അവളെ നിരീക്ഷിക്കാനായി എന്നെ ചുമതലപ്പെടുത്തിയത്. അകത്ത് മറ്റൊരാളെയും ഇക്ക ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആരെ? അവൻ പറഞ്ഞതെല്ലാം കേട്ട് ദേഷ്യത്തോടെന്ന ആണ്ട് പല്ല് ഞെരിച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾ 2 പേരും അല്ലാതെ എനിക്ക് സഹിക്കും ഇടയിൽ ഒരാൾ കൂടെയുണ്ട്. സാവന്ത് മുഹമ്മദ്. അവൻ പറഞ്ഞുകൊണ്ട് അവരെ നോക്കിയതും ആന്തിൻ്റെ കണ്ണുകളൊന്ന് കുറുകി. അവൻ്റെ മനസ്സിലേക്ക് രാവിലെ നന്ദു പറഞ്ഞ കാര്യങ്ങൾ കടന്നു വന്നു. ഈ സാവന്താണോ നന്ദുവിൻ്റെ പുതിയ ഇംഗ്ലീഷ് പ്രൊഫസർ? അവൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നതും അവൻ സംശയത്തോടെ ചോദിച്ചു. അതിന് മറുപടിയെ അവന് തലയാട്ടി കാണിച്ചു. ആ നിമിഷം മാന്തിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അവൻ സംശയത്തോടെ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയതും അവൻ്റെ കണ്ണുകൾ ചുവന്ന് മുഖം വലിഞ്ഞു മുറുകി. ഷിറ്റ്. അവൻ കാലുമടക്കി അടുത്ത് കിടന്ന കസാരയിൽ ആഞ്ഞു ചവിട്ടി. എന്താടാ, എന്തു പറ്റി? ഗിരിയേട്ടാ, നന്ദു അപകടത്തിലാണ്. നമ്മൾ അവൾക്ക് പുറത്ത് സംരക്ഷണം ഏർപ്പെടുത്തിയപ്പോൾ അവൻ കോളേജിനകത്ത് ആളിറക്കിയത് നമ്മൾ അറിഞ്ഞില്ല. ആന്ത് പല്ല് ഞെരിച്ചിട്ട് പറഞ്ഞതും ഗിരിയും ജോണും ഒന്ന് അന്തിച്ചു. ടാ, അപ്പം നന്ദു? ഗിരി ടെൻഷനോടെ ചോദിച്ചതും മാണ്ടൊന്ന് പുഞ്ചിരിച്ചു. അവൾക്കൊന്നും പറ്റില്ല ഗിരിയേട്ടാ. അവളിപ്പോൾ എൻ്റെ സ്ട്രോങ് ലേഡിയല്ലേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നിങ്ങൾ ഇവൻ്റെ കാര്യം നോക്ക്. അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ അറിയാതെ അവൻ്റെ കണ്ണുകൾ ഈറനായിരുന്നു. ഡാ, ഒറ്റയ്ക്ക് പോവണ്ട, ഞങ്ങളും വരാം. വേണ്ട ജോണേട്ടാ, എൻ്റെ കൊച്ചിനെ സംരക്ഷിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. അതും പറഞ്ഞുകൊണ്ട് അവൻ വേഗം ഗോഡൗണിന് പുറത്തേക്ക് ഇറങ്ങി. ശേഷം മുന്നിട്ടിരുന്ന കാറിൽ കയറി വേഗത്തിൽ ഓടിച്ചുപോയി. ആ നിമിഷം അവൻ്റെ മനസ്സ് നിറയെ നന്ദുവുമായുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു.